ഹായ് ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വിഷുക്കണി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാൽക്കണ്ണാടിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലുള്ള മിറർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ അങ്ങനെ ആറന്മുള കണ്ണാടി ഒന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ സാധാരണ ഇപ്പൊ എല്ലാവർക്കും വാൽക്കണ്ണാടി വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാൽക്കണ്ണാടിയാണ് കേട്ടോ. അപ്പൊ അതിന് ഞാൻ കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ വാൽക്കണ്ണാടിയുടെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കാർഡ്ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണിത്. വലിയ കണ്ടോ, ഇതുപോലുള്ള പേപ്പറിൽ ആദ്യം വരച്ച് നോക്കി. ഞാൻ അതുപോലെ ഒന്നല്ല കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അത് കുറെ വരച്ച് നോക്കി പിന്നെ വേറൊരു ഷേപ്പിലാണ്. വേറെ ഷേപ്പ് എന്ന് വെച്ചാൽ ഔട്ട്ലൈൻ അത് തന്നെ. സൈഡിൽ കുറച്ചും കൂടി ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഈ ഹാൻഡിലൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കുറച്ചും കൂടി ഡിസൈൻ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇത് കട്ട് ചെയ്യാൻ ഈസി ആവാനായിട്ടാണ് ഈ ഒരു കട്ടി കുറവുള്ള കാർഡ്ബോർഡ് എടുത്തേക്കുന്നത്. ഭയങ്കര കട്ടിയുള്ളതാകുമ്പോൾ ഈ എഡ്ജൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആക്രിലിക്കിന്റെ ബ്ലാക്ക് കളർ കൊടുക്കാം. അതൊരു ഗോൾഡൻ കൊടുക്കുമ്പോൾ, ഗോൾഡൻ ആണല്ലോ നമ്മുടെ കളർ, അപ്പം അതിനൊരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബേസ് നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നത്. അത്ര ഫിനിഷിംഗ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൽ ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ടാണ് ക്ലേ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുത്താലും ഔട്ട്ലൈൻ കൊടുത്താലും മതി. ഈ ഗോപുരം പോലെയൊക്കെ ഉള്ള ഡിസൈന് നമ്മളൊന്ന് നന്നായി വളച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ക്ലേ തന്നെയാണ് നല്ലത് കേട്ടോ. സാധാ ക്ലേ ആയാലും മതി, അത് ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. മറ്റേ ക്ലേ തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാരണ ക്ലേ ആയാലും മതി. അപ്പോൾ അതിങ്ങനെ നല്ല ഷേപ്പിൽ ആവണം എന്നുണ്ടെങ്കിൽ ക്ലേ ആണ് നല്ലത് ഗ്ലൂവിനേക്കാളും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. താഴെ ഒരു സർക്കിളും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ബീഡ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് പോണേ ഉള്ളൂ. നമ്മൾ ടൂത്ത് പിക്കോ പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ളായിട്ട് ഡോട്ട് ഇടുക. അതധികം കാണുന്നില്ല ഡോട്ട് ഇടുന്നത്, ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ലൈൻസ് ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണ് നിങ്ങളുടെ ഭംഗിയിൽ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിസൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ള് ഗോൾഡൻ പെയിന്റ് കൊടുക്കാം. സാധാരണ ആക്രിലിക് കളറോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സ്പ്രേ പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് സ്റ്റിക്ക് ആവും ചെയ്യും, എളുപ്പം പണിയും തീരും. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പ്രേ കൊടുക്കുന്നത്. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ കളർ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് കണ്ടോ, ഇപ്പോൾ ആ ബ്ലാക്ക് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടിയത്. ഗോൾഡ് കൊടുക്കുമ്പോൾ ആ ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്നത് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ മിറർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മിറർ എടുത്തേക്കുന്ന സാധാരണ ഒരു പോക്കറ്റ് മിറർ ഒക്കെ കിട്ടില്ലേ, ബാഗിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ മിററാണ്. അല്ലെങ്കിൽ ഇത് ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മേടിക്കണം, ഈ ഒരു വലുപ്പത്തിന് കിട്ടണം. അപ്പം ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് ഞാൻ കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത് തപ്പി എടുത്ത് വെച്ചതാണ്. ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും കുന്തൻ സ്റ്റോൺസ് ആണ് വെച്ച് കൊടുക്കുന്നത്, കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാനിത് ഫുള്ള് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് ഇങ്ങനത്തെ സ്റ്റോൺ ചെയിൻ കിട്ടുമല്ലോ, അതാണ് കൊടുക്കുന്നത്. ഇത് ക്യാമറ നന്നായി ബ്ലർ ആവുന്നുണ്ട് കേട്ടോ, ഫോട്ടോ ഫോക്സ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മൾ ചെയ്യുന്നതിലാവുമല്ലോ, ക്യാമറ അങ്ങനെ ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് വരുന്നതാണ്, സോറി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് അങ്ങനത്തെ ഒക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ വാൽക്കണ്ണാടിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് ചെയ്ത്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഗോൾഡൻ പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുത്തേക്കുന്നതാണ്. സ്റ്റിക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. വാൽക്കണ്ണാടി നമുക്കിതിന് പിടിച്ച് നോക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാൽക്കണ്ണാടി റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വിഷുക്കണിയിൽ എല്ലാവരും വാൽക്കണ്ണാടി യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.